ദീപാവലി ആഘോഷ നിറവിലാണ് രാജ്യം. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ നൽകിയുമാണ് ഉത്തരേന്ത്യക്കാർ ദീപാവലി ആഘോഷിക്കുന്നത്. ഡൽഹിയിൽ ഇത്തവണ നിയന്ത്രണങ്ങളോടെ പടക്കം പൊട്ടിക്കാനുള്ള അനുമതിയുണ്ട്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, എങ്ങനെ ആഘോഷിക്കുന്നു ഉത്തരേന്ത്യ ദീപാവലി? ധന്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് പഹാർഗഞ്ച് മാർക്കറ്റിലാണ്. ഇവിടെ വലിയ തിരക്കാണ്. സാധാരണ ദിവസങ്ങളിൽ ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ ദീപാവലി ആഘോഷങ്ങളായി എല്ലാവരും വീടുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കിന്ന് അനുഭവപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ ഇവിടേക്ക് വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇത് വീടുകളിലേക്കുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള രംഗോലിയാണ്. പല നിറത്തിലുള്ള പൊടികളാണ്, ചായപ്പൊടികളാണ്. ഇത് പല നിറത്തിലായിട്ട് പല ആകൃതിയിലൊക്കെ വീടുകളുടെ മുൻപിൽ ചായപ്പൊടികൾ കൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെയും വേണ്ടി വെച്ചിരിക്കുകയാണ്. അതായത് അത്തരത്തിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് മധുര പലഹാരങ്ങളാണ്, പല രീതിയിലുള്ള മധുര പലഹാരങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് പല സ്ഥലങ്ങളിലായിട്ട് പല വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. ഈ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ സ്പെഷ്യൽ വിഭവങ്ങളായിട്ടുള്ള പലതരം വിഭവങ്ങളുണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇത് എത്ര രൂപയാണ്, എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത്. भैया नमस्कार, ये क्या है? ये गुलाब जामुन है, वो खोए का बर्फी है, वो कितना है रुपए? ये 400 रुपये किलो है, वो 300 रुपये किलो है, वो 350 रुपये किलो है, वो 400 रुपये किलो है। हाँ, वो वाली कितना है? कौन सा वाला? वो 400 रुपये किलो है. അതായത് ധന്യ, ഇത് 300-400 രൂപ അങ്ങനെ പല വിലയിലുള്ള വിഭവങ്ങളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പല നിറത്തിൽ, പല ആകൃതിയിൽ, പല രൂപത്തിലുള്ള വിഭവങ്ങൾ ഇവിടെയുള്ള മനുഷ്യരെ കാത്തിരിക്കുകയാണ്. അതായത് ഇന്ന് ദീപാവലിയുടെ ആഘോഷങ്ങൾ വൈകിട്ടോട് അടുത്തിരിക്കുന്നു. പല സാധനങ്ങളിലും കുറവ് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു വലിയ രീതിയിൽ തിരക്ക് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സാധനങ്ങളുടെയൊക്കെയും എല്ലാവരും വാങ്ങിച്ച് വീടുകളിലുള്ള ആഘോഷമാണ്. ഇന്ന് രാത്രി വീടുകളിൽ മൺചിരാതുകളൊക്കെയും നിറച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ, അല്ലെങ്കിൽ മൺവിളക്കുകളൊക്കെയും തെളിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെയുള്ള മധുര പലഹാരങ്ങളുടെ വിൽപ്പന കേന്ദ്രം കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് മറ്റൊരു കടയാണ്. അവിടെയും ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പല നിറത്തിലുള്ള മധുര പലഹാരങ്ങളാണ്. ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് ദീപാവലിയുടെ ആഘോഷങ്ങൾ പ്രധാനമാണ് ഈ മധുര പലഹാരങ്ങൾ. പേടയുണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ലഡു ഉണ്ട്, ബൂന്തി ലഡു ഉണ്ട്, അതോടൊപ്പം തന്നെ പാൽപേട. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള വിവിധ വിലയുടെ പല സാധനങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. എന്തായാലും പല കടകളിൽ പല സ്ഥലങ്ങളിലായിട്ട് ആഘോഷങ്ങൾ പെരുക്കുമ്പോഴും ഡൽഹി സർക്കാർ പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നാണ്. പ്രധാനമായിട്ടും ഡൽഹിയിൽ ഇപ്പോൾ വായു മലിനീകരണം അത് 300 കടന്നിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലായിട്ട് 400ലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിക്കലൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെയും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഹരിത പടക്കങ്ങൾ മാത്രമാണ് വിൽക്കാൻ വേണ്ടിയും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയുടെ ആഘോഷങ്ങൾ ഇനിയും മുൻപോട്ട് പോവുകയാണ്. ഇനിയുള്ള 2 ദിവസക്കാലവും ഇവിടെ ആഘോഷങ്ങളാണ്. നമ്മുടെ മലയാളിക്ക് ഓണം ഏത് രീതിയിലാണോ, അല്ലെങ്കിൽ ഓണാഘോഷം ഏത് രീതിയിലാണോ, അതിന് സമാനമായി തന്നെയാണ് ഡൽഹിയിലെ ആഘോഷങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ട്. നമുക്ക് ചോദിക്കാം, ഇവരോട് തന്നെ ചോദിക്കാം ഇവരുടെ ആഘോഷങ്ങൾ എത്രയാണ്. अभी सेलिब्रेशन दिवाली सेलिब्रेशन कैसा है? बेस्ट, अच्छा है, बहुत बढ़िया है. यस. क्या ले लिया? स्वीट्स. स्वीट्स है या कितना रुपए के लिए लिया? 200. अब आपके सामने वैरायटी लगी हुई है, आप चाहे. ഇവിടെയുള്ള വെറൈറ്റി സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടെന്നാണ്. വീടുകളിലേക്ക് ഇന്ന് രാത്രിത്തേന് വേണ്ടിയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ തിരക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്ക് ഇന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇന്നലെ ചോട്ടി ദീപാവലി ആയിരുന്നു. ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയോടുകൂടി ഇവിടത്തേക്ക് മാർക്കറ്റുകൾ തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വീടുകളിൽ തന്നെയാണ്, വീടുകളിലുള്ള ആഘോഷമായിട്ട് ജനങ്ങൾ മുന്നേറുകയാണ്. ശരി സജു.